സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം വീട്ടിലെത്തി നേരിട്ട് നൽകി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കത്തുകളിലൂടെ മായ പങ്കുവച്ച സങ്കടമാണ് മന്ത്രിയുടെ മനസ്സ് തൊട്ടത്. 35 വർഷമായി ശയ്യാവലംബിയായി കഴിയുന്ന അങ്കമാലി നായത്തോട് സ്വദേശി മായ ബാലകൃഷ്ണന്റെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന കവിതാ സമാഹാരത്തിന് സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച സവിശേഷം ഭിന്നശേഷി കലോത്സവത്തിലെ കവിതാ മത്സരത്തിൽ പ്രഥമ പുരസ്കാരം ലഭിച്ചിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മായയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തനിക്ക് നേരിട്ട് പുരസ്കാരം ഏറ്റുവാങ്ങാൻ ആഗ്രഹമുണ്ടെന്നും അങ്കമാലിയിലോ സമീപത്തോ നടക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ വെച്ച് പുരസ്കാരം നൽകാൻ കഴിയുമോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മായ മന്ത്രിക്ക് കത്തെഴുതുകയായിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചാണ് മന്ത്രി നേരിട്ട് മായയുടെ വസതിയിലെത്തി പുരസ്കാരം നൽകിയത്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി മായയ്ക്ക് കൈമാറി. വളരെയധികം സർഗശേഷിയുള്ള ഒരു കവയിത്രിയായ മായ ബാലകൃഷ്ണന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സവിശേഷ ഭിന്നശേഷി കാർണിവലിൽ നടത്തിയിട്ടുള്ള സാഹിത്യ മത്സരങ്ങൾക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കവിതാ സമാഹാരത്തിൻ്റെ വിഭാഗത്തിലാണ് മായ ബാലകൃഷ്ണന് സമ്മാനം. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ശയ്യാവലംബിയായി കഴിയുമ്പോഴും അതീവ സംവേദനക്ഷമതയോടെയും കരുത്തോടെയും കവിതകൾ രചിക്കുന്ന മായ ബാലകൃഷ്ണന്റെ സർഗശേഷി അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ചരിത്രത്തിലാദ്യമായാണ് ഭിന്നശേഷി വിഭാഗക്കാരുടെ സാഹിത്യ മത്സരങ്ങൾക്ക് പുരസ്കാരം നൽകുന്നതെന്നും ആ പ്രഥമ പുരസ്കാരം മായയെപ്പോലെ ഒരു പ്രതിഭയ്ക്ക് നേരിട്ട് കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർഗശേഷിയുള്ള ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാക്തീകരണത്തിനും അവരുടെ കഴിവുകൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനും നിരവധിയായ വേദികൾ സൃഷ്ടിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മായയ്ക്ക് ലഭിച്ച ഈ കേരള സർക്കാർ നൽകുന്ന ഈ സമ്മാനം നിശ്ചയമായും നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ടതാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പുരസ്കാരം വാങ്ങാൻ പറ്റാറില്ല. ചിലരത് പിന്നീട് തപാലിൽ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുറിപ്പുണ്ടായിരുന്നത്. ആ കുറിപ്പാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ ഇവിടേക്ക് വരാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം സ്വീകരിച്ച നിമിഷം ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണെന്ന് മായ ബാലകൃഷ്ണൻ പറഞ്ഞു. വിവിധ ഇടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ആദരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും തന്റെ എഴുത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക അംഗീകാരമാണിത്. മുൻപും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു അവാർഡും നേരിട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പ്രതിനിധികളെ അയച്ചോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ ആയിരുന്നു പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം നേരിട്ട് വാങ്ങാൻ കഴിയാത്തതിന്റെ വിഷമം എഴുതിയ കത്ത് പരിഗണിച്ച് മന്ത്രി തന്നെ നേരിട്ടെത്തിയതിൽ ഏറെ സന്തോഷവും നന്ദിയുമുണ്ടെന്ന് മായ പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സൺ, മറ്റ് ജനപ്രതിനിധികൾ, പിന്നെ കാവ്യസിദ്ധ ഏറെ വർഷങ്ങളായി രാവുണ്ണി മാഷ് തൃശ്ശൂർക്കാർക്ക് രാവുണ്ണിയേട്ടനാണ്. ഞാൻ 10 വർഷം മുമ്പ് സാറിനെ പരിചയപ്പെട്ടു. ഇത് മാർഗദർശിയായിട്ടും സാറിൻ്റെ കവിതയിൽ നമുക്ക് ബലമാണ്. അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയ നാട്ടുകാർ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. 35 വർഷത്തോളമായി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ച് കിടപ്പിലായ മായ സാങ്കേതിക വിദ്യകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുമാണ് സാഹിത്യ ലോകത്തേക്ക് കടക്കുന്നത്. തുടികൊട്ട്, നിഷ്കാസിതരുടെ ആരൂഢം, മണ്ണാങ്കട്ടയും കരിയിലയും എന്ന കവിതാ സമാഹാരങ്ങളും, 4-ാം വിരലിൽ വിരിയുന്ന മായ, മായക്കാലം എന്നീ ആത്മകഥകളും, വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന ബാലകഥയും രചിച്ചിട്ടുണ്ട്. അങ്കമാലി നായത്തോട് മായയുടെ വസതിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷയായി. പ്രശസ്ത കവി രാവുണ്ണി മാഷ്, ഡോക്ടർ അജയ് നാരായണൻ, വാർഡ് കൗൺസിലർ ഡെൻസി ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളപ്രണാമ ന്യൂസ്, തൃശൂർ. മുപ്പത്തഞ്ച് വർഷത്തോളമായി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ച് കിടപ്പിലായ മായ സാങ്കേതിക വിദ്യകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുമാണ് സാഹിത്യ ലോകത്തേക്ക് കടക്കുന്നത്. തുടികൊട്ട്, നിഷ്കാസിതരുടെ ആരൂഢം, മണ്ണാങ്കട്ടയും കരിയിലയും എന്നീ കവിതാ സമാഹാരങ്ങളും, 4-ാം വിരലിൽ വിരിയുന്ന മായ, മായക്കാലം എന്നീ ആത്മകഥകളും, വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന ബാലകഥയും രചിച്ചിട്ടുണ്ട്.
അങ്കമാലി നായത്തോട് മായയുടെ വസതിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷയായി. പ്രശസ്ത കവി രാവുണ്ണിമാഷ്, ഡോക്ടർ അജയ് നാരായണൻ, വാർഡ് കൗൺസിലർ ഡെൻസി ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.